അപ്പോൾ ഗൈസ് ഇന്നാണ് നമ്മളെ കോളേജിലത്തെ ഓണ സെലിബ്രേഷൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കോഡായിരുന്നു. അങ്ങനെ ഓണത്തിൻ്റെ മെയിൻ പരിപാടി തന്നെ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, പൂക്കളമിടൽ. അങ്ങനെ പൂക്കളമിടാൻ പൂവൊക്കെ കട്ട് ചെയ്യായിരുന്നു. അങ്ങനെ വരച്ചു, പൂക്കളൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ നെക്സ്റ്റ് പരിപാടിയും വീഡിയോ എടുത്തിട്ട് മെയിൻ ആവുക, അതാണ് നമ്മൾ നെക്സ്റ്റ് പരിപാടി. അത് കഴിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ കലാപരിപാടികൾ തുടങ്ങി. ആദ്യം തന്നെ ഞങ്ങളെ ഒരു ഡാൻസ് ആയിരുന്നു. ഡാൻസ് കണ്ടിട്ട് നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയൂ എങ്ങനെയുണ്ടെന്ന്. എല്ലാവരും അങ്ങനെ എല്ലാവരും ഡാൻസ് അവസാനിച്ചു. അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കൽ പരിപാടിക്ക് തുടങ്ങി. അങ്ങനെ വിളമ്പി ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഞങ്ങളൊക്കെ നല്ലപോലെ വിശന്നിരിക്കുമായിരുന്നു ഡാൻസ് ഒക്കെ കളിച്ചിട്ട്. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. പിന്നെ കുറച്ച് ടച്ചപ്പ് പരിപാടിയായിരുന്നു ഗൈസ്. അടുത്ത പരിപാടിക്കുള്ള ടച്ചപ്പാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് സുന്ദരിക്ക് പൊട്ടുതൊടൽ. അത് കഴിഞ്ഞിട്ട് കസാരക്കളി എടുക്കാൻ പറ്റില്ല ഗൈസ്, സോറി. അങ്ങനെ കസാരക്കളിയിൽ ഞങ്ങളുടെ ടീമാണ് ഫസ്റ്റ് അടിച്ചത്. അങ്ങനെ സുന്ദരിക്ക് പൊട്ടുതൊടലായിരുന്നു. റഫ്നാനാണ് ഈ മിസ് കറക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ റഫ്ന അതിസാഹസികമായി സുന്ദരിക്ക് പൊട്ട് തൊട്ടു. ഞങ്ങളുടെ ടീം വിജയിച്ചു ഗൈസ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഗെയിം ആക്ഷൻ ഫിലിമായിരുന്നു. അത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഗൂഢാലോചന നടത്തുകയാണ് ഗൈസ്, അവരെ ടീമിലേക്ക് എന്ത് കൊടുക്കുന്നത്. അങ്ങനെ റിഷാനെ കുറച്ച് കഷ്ടപ്പെടണമൊക്കെ ഉണ്ട്. കഷ്ടപ്പാടിനൊടുവിൽ ഞങ്ങൾക്ക് കിട്ടിയില്ല ഗൈസ്, അതിൽ ഞങ്ങൾ തോറ്റു. ഞങ്ങൾ ഇവർക്കൊരു ഉഗ്രൻ പണി കൊടുത്തു ഗൈസ്. അങ്ങനെ ഇവർ അന്തംഗമേള പോലെ ഇരിക്കുന്നുണ്ട് കിട്ടാണ്ട്. ലാസ്റ്റ് ഷിഫ് എന്തൊക്കെയോ കാട്ടിയിട്ട് എങ്ങനെയൊക്കെയോ